നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 9 അവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് കീൻവ. ഈ കീൻവ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ഹെൽത്തി ആയിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കാം. വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ദോശയാണ് ഇത്. നമ്മുടെ സാധാരണ ദോശ വെറും ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് ആണെങ്കിൽ ഈ കീൻവ ദോശ പ്രോട്ടീനും ഫൈബറും ഒക്കെ നിറഞ്ഞൊരു കംപ്ലീറ്റ് ഹെൽത്തി മീൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് കീൻവയും അതിൻ്റെ പകുതി അളവിൽ, അതായത് 1/2 കപ്പോളം ഉഴുന്ന്, ഞാനിവിടെ തൊലിയുള്ള ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അത് ആഡ് ചെയ്താൽ കൂടുതൽ ഫൈബർ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അതേ അളവിൽ, അതായത് 1/2 കപ്പോളം തന്നെ ചെറുപയർ, തൂർദാൽ, അതോടൊപ്പം 1 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കുറഞ്ഞത് ഒരു 7-8 മണിക്കൂറെങ്കിലും നമുക്ക് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാം. ഇത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പ് വർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവേ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണേ കുതിർക്കാനായിട്ട് വെക്കാൻ. ഈ പയറുവർഗ്ഗങ്ങളിലും കീൻവയിലുമെല്ലാം ഫൈറ്റിക് ആസിഡ് പോലുള്ള ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് കാൽസ്യം, അയൺ, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നതിന് ഇത് തടഞ്ഞേക്കാം. അതുകൊണ്ട് ഒരു 7-8 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നത് ഈ ആൻറ്റി ന്യൂട്രിയൻസുകളെ നീക്കം ചെയ്യാനും ഡൈജഷൻ കൂടുതൽ ഈസി ആക്കാനും കൂടാതെ പ്രോട്ടീൻ്റെ ബയോ അവൈലബിലിറ്റി കൂട്ടാനും സഹായിക്കും. കുതിർത്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ഒരു 1/4 കപ്പ് അവലും കൂടെയും ചേർത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അവല് ചേർക്കുന്നത് നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാനായിട്ട് സഹായിക്കും. അരച്ചു വെച്ച മാവ് നമുക്ക് നന്നായിട്ട് പുളിച്ചു പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും കണ്ടോ എത്ര ഭംഗിയായിട്ട് ഈ മാവ് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ. ഒരു കാര്യം ശ്രദ്ധിക്കണം, മാവ് അരയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കരുത്. മാവ് നന്നായി ഫെർമെൻ്റ് ആയി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയാണ് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. കാരണം മാവിൽ ആദ്യമേ ഉപ്പ് ചേർത്താൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ അത് കുറച്ചും കൂടെ സ്ലോ ഡൗൺ ആക്കി കളയും. അതുകൊണ്ട് മാവ് പൊങ്ങിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുന്നതാണ് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവും സ്വാദും എല്ലാം നിലനിർത്താൻ ഏറ്റവും നല്ലത്. നല്ല ചൂടോടുകൂടി ചുട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സോ ഈ വെജിറ്റേറിയൻ സോഴ്സസിൽ നിന്നുള്ള കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സായ കീൻവ വെച്ചിട്ടുള്ള ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.